നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇസ്ലാമിക മതമൌലികവാദികൾ സമ്മർദ്ദ നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ്. മലപ്പുറം ജില്ലാ വിഭജനവും ഇസ്ലാമിക രീതികൾക്കുമനുസരിച്ചുള്ള സ്കൂൾ സമയമാറ്റവും ഉന്നയിച്ച് സമ്മർദ്ദതന്ത്രം പയറ്റുന്ന സമസ്ത നീക്കത്തോടെ ഇടത് വലത് മുന്നണികൾ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. മലപ്പുറം ജില്ല വിഭജിക്കണം, വെള്ളിയാഴ്ച പരീക്ഷ പാടില്ല, മദ്രസ സമയ വിഷയത്തിൽ സർക്കാർ ഉറപ്പുപാലിക്കണം, പെരുന്നാളുകൾക്ക് 3 ദിവസത്തെ അവധി വേണം. ഇങ്ങനെ 100ാം വാർഷികത്തിൽ ഇറക്കിയ പ്രമേയത്തിൽ ആവശ്യങ്ങളുടെ കെട്ടഴിച്ചിരിക്കുകയാണ് സമസ്ത. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഈ നീക്കമെന്നാണ് ഉയരുന്ന ആരോപണം. സ്കൂൾ സമയമാറ്റം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ സമസ്ത നേരത്തെ ഉന്നയിച്ചതാണ്. മലപ്പുറം ജില്ലയുടെ വിഭജനമടക്കമുള്ള കാര്യങ്ങളിൽ ഇടതുമുന്നണി എടുക്കുന്ന തീരുമാനം ഏറെ നിർണായകമാണ്. ജനറൽ ന്യൂട്രൽ യൂണിഫോം വിഷയത്തിലും സ്കൂൾ സമയം നേരത്തെയാക്കുന്നതിലും സമസ്ത എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയത്. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യമുന്നയിച്ച മറ്റ് മുസ്ലിം സംഘടനകളും ചില രാഷ്ട്രീയ നേതാക്കളും നേരത്തെ രംഗത്ത് വന്നിരുന്നു. നേരത്തെ സമസ്തയുടെ തീരുമാനങ്ങൾക്ക് വഴങ്ങുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ സമസ്തയുടെ ഈ ആവശ്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ജനം, കോഴിക്കോട്.